Dear students, we are going to discuss about some theorems on convergence. Theorem 1 statement: a sequence in R can have at most one limit. This theorem is also known as uniqueness of limits. ആറിലെ ഒരു സീക്വൻസിന് അറ്റ്മോസ്റ്റ് വൺ ലിമിറ്റേ ഉണ്ടാവൂ. അറ്റ്മോസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വൺ ഇഫ് ഇറ്റ് എക്സിസ്റ്റ്, ദറ്റ് ഈസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നേ ഉണ്ടാവൂ. അപ്പോൾ ഒരു റിയൽ സീക്വൻസിന് ലിമിറ്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഉണ്ടെങ്കിൽ ഒരൊറ്റ ലിമിറ്റേ ഉണ്ടാവൂ, അതായത് ലിമിറ്റ് യുണീക്ക് ആയിരിക്കും. സോ നമുക്ക് ഒരു സീക്വൻസ് എക്സ് എൻ എടുക്കാം. എക്സ് എൻ ബി എ സീക്വൻസ് ആണ്. ആൻഡ് നമ്മൾ സീക്വൻസിന് ഒരു ലിമിറ്റേ ഉള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ രണ്ട് ലിമിറ്റ് ഉണ്ട് എന്നെടുക്കുന്നു. എക്സ് വണ്ണും എക്സ് ടുവും ആ സീക്വൻസിൻ്റെ രണ്ട് ലിമിറ്റുകളാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ ആൻഡ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ടു. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. ഈ എക്സ് വണ്ണും എക്സ് ടുവും സെയിം ആണ്. അത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് അല്ല, സെയിം ആണ്, യുണീക്കാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഈ രണ്ട് ലിമിറ്റിൻ്റെയും ഡെഫിനിഷൻ ഉപയോഗിച്ച്, കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫോർ എവരി ആദ്യത്തിൽ നിന്ന്, അതായത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ എന്നതിൽ നിന്ന് നമുക്ക് എഴുതാം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് കെ വൺ, എ നാച്ചുറൽ നമ്പർ കെ വൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വൺ. അതുപോലെ ലിമിറ്റ് രണ്ടാമത്തത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ടു ആണ്. അതൊന്ന് ബൈ ഡെഫിനിഷൻ നമുക്ക് ഇതേപോലെ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെയർ എക്സിസ്റ്റ് കെ ടു ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ടു ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ടു എന്നെഴുതാം. സോ നമുക്ക് വേണ്ടത് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ രണ്ട് നമ്പറും കെ വൺ ഉണ്ട് കെ ടു ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ മാക്സിമം എടുക്കും. ലെറ്റ് ക്യാപിറ്റൽ കെ ഈക്വൽ ടു മാക്സിമം ഓഫ് കെ വൺ കോമ കെ ടു. കെ വണ്ണിൻ്റെയും കെ ടുവിൻ്റെയും മാക്സിമം നമ്മൾ കെ എന്നെടുത്തു. സോ ഈ കെ എന്ന് പറയുന്ന നമ്പർ ഒന്നുകിൽ കെ വൺ ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വൺ ആവാം. അതുപോലെ തന്നെ കെ എന്ന് പറയുന്ന നമ്പർ ഒന്നുകിൽ കെ ടു ആവാം. ഇതിലേതാണോ മാക്സിമം അത്. സോ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വൺ ആൻഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ടു ആയിരിക്കും. സോ നമുക്കിവിടെ ഉണ്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വൺ എന്നാണ്. അതായത് കെ വണ്ണിന് ശേഷമുള്ള കെ വണ്ണ് മുതലുള്ള എല്ലാ ടേംസിനും എക്സ് എൻ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. ഇനി ഈ കെ വണ്ണിനേക്കാൾ വലിയ ഒരു നമ്പറാണ് എന്ത്? കെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇത് എക്സ് കെ എന്ന നമ്പറിനും ശരിയായിരിക്കും. മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. അതേപോലെ തന്നെ കെ ടുവിനേക്കാൾ വലിയ നമ്പറാണ് കെ, അതുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് ടു ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. ഇനി നമ്മൾ മോഡുലസ് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു കാണും. ഇനി ഈ ടേമിൻ്റെ കൂടെ എക്സ് കെ എന്നുള്ള ടേം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എക്സ് കെ. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എക്സ് കെ മൈനസ് എക്സ് ടു മൈനസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് വൺ എന്ന് കിട്ടും. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. സോ ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി മോഡുലസ് ഓഫ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി ആണ്. സോ മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് ടു പ്ലസ് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് വൺ എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും നമുക്കറിയാം എപ്സിലോൺ ബൈ 2 ആണ്, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. സോ നമുക്കിവിടെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 സോ ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും. സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. സോ നമുക്കറിയാം ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോസിറ്റീവ് നമ്പറാണ്, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. സോ ഏത് എപ്സിലോൺ എടുത്താലും എക്സ് വണ്ണും എക്സ് ടുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിനേക്കാൾ ചെറുതാണ്. 1 എടുത്താൽ 1നേക്കാൾ ചെറുതാണ്, 0.5 എടുത്താൽ അതിനേക്കാൾ ചെറുതാണ്, 0.0001 അതിനേക്കാൾ ചെറുതാണ്. അങ്ങനെ ഏത് നമ്പർ എടുത്താലും അതിനേക്കാൾ ചെറുതാണ്. സോ ഈ എക്സ് വൺ മൈനസ് എക്സ് ടു എന്നുള്ള ഡിസ്റ്റൻസ് വളരെ മൈന്യൂട്ടാണെന്ന് കിട്ടും. ദാറ്റ് മീൻസ് എപ്സിലോൺ 0യിലേക്ക് പോകും തോറും
മോഡുലസ് ഓഫ് x1 മൈനസ് x2 എന്ന് പറയുന്നത് എന്തായി മാറും? അറ്റ്മോസ്റ്റ് ഒരു ആ സീറോയിലേക്ക് വളരെ അടുത്തൊരു നമ്പറാവും. സോ നമുക്ക് മോഡുലസ് ഓഫ് x1 മൈനസ് x2 ഈക്വൽ ടു 0 ആസ് എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് എഴുതാൻ പറ്റും. ഒരു നമ്പറിൻ്റെ മോഡുലസ് 0 ആണെങ്കിൽ ആ നമ്പർ 0 ആവണം. x1 മൈനസ് x2 ഈക്വൽ ടു 0 ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. സോ രണ്ട് ലിമിറ്റ് ഉണ്ട് എന്നെടുത്തു. സോ വി ഗെറ്റ് that two limits are equal, x1 equal to x2. Next we have theorem 2 statement. Let xn be a sequence of real numbers and x belongs to R. If an is a sequence of positive real numbers with limit n equal to 0 and if for some constant c greater than 0 and some m in n, we have modulus of xn minus x less than or equal to c into an for all n greater than or equal to m. Then limit xn equal to x. That is, we have given that two sequences xn and an. xn is a sequence of real numbers and an is a sequence of പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് ആൾസോ ലിമിറ്റ് എൻ ഈക്വൽ ടു 0. എൻ കൺവേർജൻ്റ് ആണ്, അത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. ആൾസോ വി ഹാവ് അനദർ കണ്ടീഷൻ, മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ ആണ്, വേർ സി ഈസ് എ പോസിറ്റീവ് നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ട്രൂ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. എം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടേം കഴിഞ്ഞാലുള്ള എല്ലാ എന്നിനും മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് സി ഇൻറ്റു എ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആയിരിക്കും. എക്സ് എൻ എന്ന് പറയുന്നത് ഈ എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഈ കാര്യം തന്നെ എടുക്കാം. ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 എന്നതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 മീൻസ് ബൈ ഡെഫിനിഷൻ for every epsilon greater than 0 there exists a natural number k1 such that modulus of an minus 0 less than epsilon, നമ്മൾ സാധാരണ എപ്സിലോൺ ആണ് എടുക്കാറ്, ഇവിടെ നമ്മൾ എപ്സിലോൺ ബൈ സി എന്നെടുക്കുന്നുണ്ട്. അതിന് കാരണം ഇവിടെ സി ഇൻറ്റു എ എൻ ആണ്. സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി നമ്മൾ എ എന്നിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ നമ്മൾ എപ്സിലോൺ ബൈ സി എന്ന് കൊടുത്താൽ ഈ സിയും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ എപ്സിലോൺ ബൈ സി എന്ന് തന്നെ കൊടുക്കണം എന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു എപ്സിലോൺ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതിയാൽ മതി? എപ്സിലോൺ 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് നിങ്ങൾ എഴുതിയാൽ മതി. സോ എന്തായാലും കുഴപ്പമില്ല, ഒരു പോസിറ്റീവ് നമ്പർ ആവണം, അത്രയേ ഉള്ളൂ. ഓക്കെ, so we get for every epsilon greater than 0 there exists k1 belongs to n such that modulus of an minus 0 less than epsilon by c അല്ലെങ്കിൽ ഒരു epsilon 1 എന്ന് കൊടുക്കുക. So also we have given that for every n greater than or equal to k1 ആണ് കേട്ടോ condition by definition of convergence. Also we have given that another condition in the statement modulus of xn minus x എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എ എൻ ആണ് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. സോ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1ഉം എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എമ്മും. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. സോ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും മാക്സിമം നമ്മൾ എടുക്കുക. ലെറ്റ് k ഈക്വൽ ടു മാക്സിമം ഓഫ് k1 ആൻഡ് എം. സോ k1നേക്കാൾ വലിയ എല്ലാ എന്നിനും ഇത് ശരിയാണ്, എമ്മിനേക്കാൾ വലിയ എല്ലാ എന്നിനും ഇതും ശരിയാണ്. അപ്പോൾ k1നേക്കാളും എമ്മിനേക്കാളും വലിയ നമ്പറാണ്, അതിൻ്റെ മാക്സിമാണ് എന്ത്? k. അപ്പോൾ k എന്നുള്ള നമ്പറിന് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്നുള്ള നമ്പറിന് ഈ രണ്ട് കാര്യങ്ങളും ശരിയായിരിക്കും. സോ നമുക്ക് എന്തെഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് less than or equal to c into an and modulus of an minus 0 less than നമ്മൾ epsilon by c ആണ് എടുത്തത്, less than epsilon by c for every n greater than or equal to k എന്ന് എഴുതാം. അതായത് k എന്നുള്ള നമ്പറിന് ഇത് രണ്ടും ശരിയാണ്. ഇത് ശരിയാവുന്നത് നമ്മൾ k1നാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞത്, എമ്മിനാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞത്.
എമ്മിനേക്കാളും k1-നേക്കാളും വലിയ നമ്പറാണ് k. സോ അതിന് ഈ രണ്ട് കണ്ടീഷൻസും ശരിയായിരിക്കും. ഇനി നമ്മൾ ഈ an-ൻ്റെ സ്ഥാനത്ത് ഇവിടെയുള്ള മോഡ് an - 0 എന്ന് പറയുമ്പോൾ നമുക്ക് an എന്ന് എഴുതാം. an ലെസ് ദാൻ എപ്സിലോൺ ബൈ സി. എപ്സിലോൺ ബൈ സി. ഈ an-ന് പകരം ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് ദാറ്റ് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ഇവിടെ an ലെസ് ദാൻ എന്നേ ഉള്ളൂ. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റില്ല, ലെസ് ദാനേ ഉള്ളൂ. ലെസ് ദാൻ സി ഇൻറ്റു എപ്സിലോൺ ബൈ സി ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. സിയും സിയും ക്യാൻസൽ ചെയ്ത് പോയാൽ മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദാറ്റ് ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ ലിമിറ്റ് xn ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ പ്രൂഫ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ എപ്സിലോൺ ബൈ സി തന്നെ കൊടുക്കണമെന്നില്ല, ഒരു എപ്സിലോൺ 1 എന്ന് കൊടുത്താലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ എപ്സിലോൺ ബൈ സിക്ക് പകരം എപ്സിലോൺ എന്ന് കിട്ടും, എപ്സിലോൺ 1 എന്ന് കിട്ടും. സോ സി ഇൻറ്റു എപ്സിലോൺ 1 എന്ന് കിട്ടും. ആ സി ഇൻറ്റു എപ്സിലോൺ 1-ന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? സി ഇൻറ്റു എപ്സിലോൺ 1 ഈക്വൽ ടു ഒരു എപ്സിലോൺ എന്ന് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഇതേ ഡെഫിനിഷനാണ്, ഇതേ റിസൾട്ടാണ് കിട്ടുക. സോ ഇവിടെ എപ്സിലോൺ ബൈ സി എന്ന് തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് വേണേലും നമുക്ക് കൊടുക്കാം, ഒരു പോസിറ്റീവ് നമ്പർ ആവണം എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് എ പ്രൂഫ്. നെക്സ്റ്റ് വി ഹാവ് തിയറം 3, that is a convergent sequence of real numbers is bounded. ഒരു റിയൽ നമ്പർ സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കും. എല്ലാ കൺവേർജൻ്റ് റിയൽ സീക്വൻസുകളും ബൗണ്ടഡ് സീക്വൻസുകളായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മളൊരു സീക്വൻസ് എടുത്തു, xn കൺവേർജൻ്റ് ആണെന്ന് സപ്പോസ് ചെയ്തു. സോ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് ലിമിറ്റ് xn ഈക്വൽ ടു എക്സ് ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് xn ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് എന്ത് പ്രൂവ് ചെയ്യണം? മോഡുലസ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ എവരി n എന്ന് പ്രൂവ് ചെയ്യണം. ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനിഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനിഷൻസും എക്സാമ്പിൾസും ഒക്കെ പഠിച്ചിരുന്നു. സോ മോഡ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു m വേറെ m ഗ്രേറ്റർ ദാൻ 0, അങ്ങനെ ഒരു പോസിറ്റീവ് റിയൽ നമ്പറിനേക്കാളും ചെറുതാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ നമ്മൾ സപ്പോസ് ചെയ്തത് xn ഒരു കൺവേർജൻറ്റ് സീക്വൻസ് ആണ്, അതിൻ്റെ ലിമിറ്റ് x ആണ്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k belongs to n such that modulus of xn minus x less than epsilon for every n greater than or equal to k എന്ന് എഴുതാൻ പറ്റും. ഇനി ഇത് ഏത് എപ്സിലോണിനും ശരിയാണ്. സോ വി ടേക്ക് എപ്സിലോൺ ഈക്വൽ ടു 1. ഏത് എപ്സിലോണിനും ശരിയാണ്, ഏത് പോസിറ്റീവ് എപ്സിലോണിനും ശരിയാണ്, മീൻസ് 1-നും ശരിയാണ്. 1 തന്നെ എടുക്കണമെന്നൊന്നുമില്ല, 2 or 3 ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഈ ടേക്ക് ലെറ്റ് എപ്സിലോൺ ഈക്വൽ ടു 1. സോ ഇതെങ്ങനെയായി മാറും? മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ 1 ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്നായി മാറും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മോഡ് xnൻ്റെ വാല്യൂ ആണ്. അതൊരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു പോസിറ്റീവ് നമ്പർ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡ് xnനെ നമ്മളൊന്ന് മാറ്റി എഴുതാണ്. മോഡ് xnനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? മോഡ് xnൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്റ്റ് ചെയ്യുന്നു. സബ്ട്രാക്റ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. സോ അതിൻ്റെ വാല്യൂവിന് ഇക്വേഷന് മാറ്റമൊന്നും വരുന്നില്ല, xn മൈനസ് എക്സ് പ്ലസ് എക്സ്. ഇനി ഇതിനെ നമ്മൾ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി ഉപയോഗിച്ച് ഇതൊരൊറ്റ ടേമായിട്ട് പരിഗണിക്കുക. ഇത് രണ്ടാമത്തെ ടേം. അപ്പോൾ മോഡ് a പ്ലസ് ബി എന്നുള്ള ഫോമിൽ വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് a, ദാറ്റ് ഈസ് മോഡ് xn മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് വരും. ഇനി xn മൈനസ് എക്സ് ലെസ് ദാൻ 1 ആണ് എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് എക്സ് എന്ന് വരും. ഓക്കെ, സോ we get mod xn less than or equal to 1 plus mod x. ഇത് എല്ലായ്പ്പോഴും ശരിയാവില്ല. ഫോർ എവരി n ഈ 1 കൊടുക്കുക എപ്പോഴാണ്? മോഡ് xn മൈനസ് എക്സ് ലെസ് ദാൻ 1 ആകുന്നത് എപ്പോഴാണ്? ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആകുമ്പോൾ മാത്രം. സോ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k we get mod xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മോഡ് എക്സ് എന്ന് കിട്ടും. അതായത് k എന്നുള്ള ടേമിന് ശേഷം
കെ മുതലുള്ള അങ്ങോട്ടുള്ള k+1 k+2 അതിനെല്ലാം mod xnൻ്റെ വാല്യൂ 1 + mod xനേക്കാൾ ചെറുതാണ്. അതായത് ഈ സീക്വൻസ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക x1 x2 എക്സെട്ര ഇവിടെ ഒരു xk ഉണ്ടാവും, xk+1 ഉണ്ടാവും, എക്സെട്ര അങ്ങനെ പോകും. ഇതിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസിനും വാല്യൂ 1 + mod xനേക്കാൾ ചെറുതാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസും ബൗണ്ടഡ് ആണ്. ഇവിടെ x എന്ന് പറയുമ്പോൾ xnൻ്റെ ലിമിറ്റാണ്. ലിമിറ്റ് xn ആണ് x. സോ ഇതൊരു നമ്പർ ആയിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും, ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഫൈനൈറ്റ് നമ്പറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസും ഒരു പെർട്ടിക്കുലർ നമ്പറിനേക്കാൾ ചെറുതാണ്. സോ ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടേംസേ പ്രശ്നമുള്ളൂ, അതും കൂടെ ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടേംസ് എന്ന് പറയുമ്പോൾ x1 ഉണ്ടാവും, x2 ഉണ്ടാവും, എക്സെട്ര xk-1 വരെ ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാത്തിനും >= k ആയിട്ടുള്ളതിനൊക്കെ ഇത് ശരിയാണ്. സോ ഇത്രയും നമ്പർ ഉണ്ടാവും. സോ നമ്മൾ അതിൻ്റെയൊക്കെ മോഡുലസ് എടുക്കുക. mod x1 mod x2 എക്സെട്ര mod xk-1. സോ ഇനി ആ കളക്ഷൻ ഒന്ന് എടുക്കുക. mod x1 mod x2 എക്സെട്ര mod xk-1 വരെ. പിന്നെ നമ്മുടെ നേരത്തെ ഇവിടുന്ന് അങ്ങോട്ടുള്ള, അതായത് mod xk മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സിനും കൂടെ ഒറ്റ റെപ്രസെൻറ്റേഷൻ മതി, 1 + mod x. ഇതിൻ്റെ കളക്ഷൻ എടുക്കുക. ഇതിൻ്റെ മാക്സിമം നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ സെറ്റിലെ മാക്സിമം, അതിന് നമ്മൾ ക്യാപിറ്റൽ M എന്ന് കൊടുക്കുക. സോ ക്യാപിറ്റൽ M = മാക്സിമം ഓഫ് mod x1 mod x2 എക്സെട്ര mod xk-1. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാത്തിനും കൂടെ ഒറ്റ റെപ്രസെൻറ്റേഷൻ 1 + mod x. ഇതിൻ്റെ മാക്സിമം നമ്മൾ M എടുക്കുക. സോ mod xn എന്ന് പറയുന്ന ആ സീക്വൻസിൻ്റെ എല്ലാ ടേമും ഈ എമ്മിനേക്കാൾ ചെറുതായിരിക്കും. കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ 1 + mod xനേക്കാൾ ചെറുതാണ്. പിന്നെ അതിൻ്റെയും ബാക്കിയുള്ള ടേംസിൻ്റെയും കൂടെ മാക്സിമം നമ്പർ എടുക്കുക. സോ ആ സീക്വൻസിലെ എല്ലാ ടേമും ഈ എമ്മിനേക്കാൾ ചെറുതായിരിക്കും ഫോർ എവരി n in n. ദാറ്റ് ഇംപ്ലൈസ് xn ഈസ് ബൗണ്ടഡ്. ഇത് ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനിഷനാണ്. സോ സീക്വൻസ് xn ഈസ് ബൗണ്ടഡ്. So every convergent sequence is bounded. But the converse of the theorem is not true. That is, converse of the above theorem, the third theorem is not true. That is, നമ്മൾ തിയറം പറയുന്നത് എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്നാണ്. പക്ഷേ ബൗണ്ടഡ് ആണ് എന്ന് വെച്ച് കൺവേർജൻ്റ് ആവണം എന്നില്ല. അതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. നമ്മൾ ഈ സീക്വൻസ് എടുക്കാം. xn എന്ന് പറയുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഈ സീക്വൻസ് -1 ദാറ്റ് ഈസ് -1 1 -1 1 എന്ന് പറയുന്ന സീക്വൻസ്. ഇത് ബൗണ്ടഡ് ആണ്. നമ്മൾ ബൗണ്ടഡ്നെസ് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഈ സീക്വൻസ് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ലോവർ ബൗണ്ട് -1ഉം അപ്പർ ബൗണ്ട് +1ഉം ആണ്. ഈ -1നും +1നും ഇടയ്ക്കാണ് അതിലെല്ലാ ടേമും, ആകെ 2 ടേമേ ഉള്ളൂ. ഇത് ബൗണ്ടഡ് ആണ്. പക്ഷേ ഈ സീക്വൻസ് എന്തല്ല, കൺവേർജൻ്റ് അല്ല. നമ്മൾ ഇത് ഓസിലേറ്റിംഗ് സീക്വൻസിന് എക്സാമ്പിളായിട്ടാണ് ഈ സീക്വൻസ് പഠിച്ചത്. അതായത് ഇത് -1നും +1നും ഇടയ്ക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു, ഓസിലേറ്റ് ചെയ്യും. സോ ഇതെന്തല്ല, ഒരു കൺവേർജൻറ്റ് സീക്വൻസ് അല്ല, പക്ഷേ ഇത് ബൗണ്ടഡ് ആണ്. സോ എല്ലാ ബൗണ്ടഡ് സീക്വൻസും എന്തല്ല, കൺവേർജൻ്റ് അല്ല. തിയറം ഇതാണ്. എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും ബൗണ്ടഡ് ആണ്, പക്ഷേ തിരിച്ച് ശരിയല്ല. എല്ലാ ബൗണ്ടഡ് സീക്വൻസും കൺവേർജൻ്റ് അല്ല. അതിന് എക്സാമ്പിളാണ് സീക്വൻസ് xn = -1 എല്ലാ ഓസിലേറ്റിംഗ് സീക്വൻസുകളും ഇതിന് എക്സാമ്പിളാണ്. സോ എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് 1 വേർഡിന് 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ ബൗണ്ടഡ് സീക്വൻസും കൺവേർജൻ്റ് ആണോ, ട്രൂ ഓർ ഫാൾസ്, വെരിഫൈ വിത്ത് ആൻ എക്സാമ്പിൾ. സോ എല്ലാ ബൗണ്ടഡ് സീക്വൻസും കൺവേർജൻ്റ് അല്ല. എക്സാമ്പിൾ സീക്വൻസ് xn = -1 ഓക്കെ.